സാജു, ഒരിക്കലില്ലേ ഒരു കാട്ടിൽ കുറേ മുള്ളംപന്നികൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മുള്ളംപന്നികൾ താമസിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കര തണുപ്പുള്ളൊരു കാലാവസ്ഥ വന്നു. അങ്ങനെ തണുപ്പുള്ള കാലാവസ്ഥ വന്നപ്പം എല്ലാ മുള്ളംപന്നികളും ഒരുമിച്ച് കൂടി ഞങ്ങൾ ഇങ്ങനെ തണുപ്പായി കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ മുള്ളംപന്നികളുടെ അതിൽ നേതാവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നേതാവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും ചേർന്ന് നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക, അപ്പം ചൂടുണ്ടാവും, അപ്പോൾ നമുക്ക് നിലനിൽക്കാൻ കഴിയും, നമുക്ക് ഈ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ മുള്ളംപന്നികളും അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി. അപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പം ചില മുള്ളംപന്നികൾ ആ ഒരുമിച്ച് നിൽക്കലിൽ നിന്ന് മാറി 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 നിന്നു. അപ്പോൾ നേതാവ് ചോദിച്ചു, എന്ത് പറ്റി എന്നപ്പോൾ പറഞ്ഞു, ഈ ഒരുമിച്ച് നിൽക്കുമ്പം അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളുടെ കുറേ മുള്ളുകൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കുത്തിക്കയറിയിട്ട് വേദന ആവുന്നു, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ മാറി നിൽക്കുകയെന്ന് പറഞ്ഞു. സമയം കുറേ മുന്നോട്ട് പോയി. അങ്ങനെ മാറി നിന്ന എല്ലാ മുള്ളംപന്നികളും ചത്തുപോയി. ചേർന്ന് നിന്ന ആ മുള്ളംപന്നികൾ ജീവിച്ചിരിക്കുകയും ചെയ്തു. ആ തണുപ്പ് കാലം കഴിഞ്ഞ് മറ്റൊരു കാലാവസ്ഥ വന്നപ്പോൾ ഈ ചേർന്ന് നിന്നവരൊക്കെ അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ചത്തുപോയി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പല ബന്ധങ്ങളും. നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ചില മുള്ളുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ തറയ്ക്കും, അവർ പറയുന്ന പല വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ വേദനിപ്പിക്കും. പക്ഷേ ഒറ്റപ്പെടുമ്പം അനുഭവിക്കുന്ന വേദനക്കാളും എത്രയോ ചെറുതാണത്. പല സ്നേഹിക്കുന്ന ആളുകൾ നമുക്ക് പല വേദനകൾ തന്നേക്കാം, പക്ഷേ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് ചില വേദനകളൊക്കെ അതിലുണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കാം, ഒറ്റപ്പെടുന്നതിനേക്കാളും വേദന ഉണ്ടോ? ഇല്ല. അപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഏറ്റവും മനോഹരം. ഒറ്റപ്പെടുന്നതിനേക്കാളും എത്രയോ മനോഹരമാണ് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സുഖം. ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, അല്ലേ?